ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. ഇന്ന് നമ്മൾ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാനിവിടെ നൂൽപുട്ടിന്റെ കോമ്പിനേഷൻ ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് പുട്ട്, വെള്ളയപ്പം, ദോശ അങ്ങനെ എന്തിൻ്റെയും കൂടെ ചേർത്ത് കഴിക്കാവുന്നതാണ്. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഏലക്കായ, ഗ്രാമ്പു, കറുവപ്പട്ട, തക്കോലം എന്നിവ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് സവോള ഇതുപോലെ നൈസായിട്ട് സ്ലൈസ് ചെയ്തത്, കുറച്ച് ഇഞ്ചി കട്ട് ചെയ്തത്, പച്ചമുളക് കട്ട് ചെയ്തത്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് സോട്ടായി കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത ശേഷം സവാള ചെറുതായിട്ടൊന്ന് സോട്ടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിന്റെ പച്ചച്ചോവ മാറുന്നത് വരെ ഒന്നുകൂടി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചച്ചോവ ഒന്ന് മാറി കഴിയുമ്പോൾ ഇതിലേക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റ് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തത്, പൊട്ടറ്റോ കട്ട് ചെയ്തത്, പിന്നെ പച്ച പട്ടാണിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഡ്രൈ ആയിട്ടുള്ള പട്ടാണിയാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഭാഗം വേവിച്ച ശേഷം ഈ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്ന ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 1/4 ഭാഗം എന്ന് പറയാൻ കാരണം വേറെ ഒന്നും അല്ല, നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ വേവിക്കുന്ന ടൈമിൽ ബാക്കിയുള്ള ആ ഒരു 1/4 ഭാഗം കൂടെ വെന്ത് കിട്ടിക്കോളും. അതുകൊണ്ടാണ് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാളികേരത്തിന്റെ 2ാം പാലാണ് കേട്ടോ. 2ാം പാല് ചേർത്ത ശേഷം ഈ വെജിറ്റബിൾസ് എല്ലാം വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്ത ശേഷം 2 വിസിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ 2ാമത്തെ വിസിലും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലെ പ്രഷർ റിലീസ് ആയ ശേഷം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിപ്പോ ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വെറും തോന്നൽ മാത്രമല്ല. ഈ ഒരു വീഡിയോയുടെ ഹാഫ് പാർട്ട് ഞാൻ വോയിസ് ഓവർ ചെയ്ത ടൈമിലാണ് എനിക്ക് മനസ്സിലായത്. ഇതിന്റെ പല ക്ലിപ്പുകളും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു, അതായത് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. കുക്കർ ക്ലോസ് ചെയ്യുന്നത് വരെയുള്ളത് എൻ്റെ കയ്യിൽ മുമ്പത്തെ വീഡിയോ ആണ് ഉള്ളത്. എന്നാൽ കുക്കർ ഓപ്പൺ ചെയ്ത ശേഷമുള്ളത് ഞാൻ വീണ്ടും എടുത്തിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിനുള്ളിലുള്ള ക്വാണ്ടിറ്റിയിൽ പലതിലും നിങ്ങൾക്ക് വ്യത്യാസം കണ്ടേക്കാം. എസ്പെഷ്യലി ഗ്രീൻ പീസ് അന്ന് ഞാൻ പച്ചപ്പട്ടാണിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്നിവിടെ ഞാനിതിൽ ഡ്രൈ ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. അതും ഞാനിതിൽ കുറച്ച് ക്വാണ്ടിറ്റി അധികം എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതിലുള്ള പൊട്ടറ്റോസ് 1/4 ഭാഗവും നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നാളികേരത്തിന്റെ 2ാം പാല് നമ്മൾ ഓൾറെഡി വേവിക്കുന്നതിന് മുമ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിലേക്ക് 1ാം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിന്റെ തിക്നെസ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ആയതുകൊണ്ട് തന്നെ കറി ഒന്നുകൂടെ തിക്കായിട്ട് വരും. അതുകൊണ്ടാണ് കോക്കനട്ട് മിൽക്കും വെള്ളവും ചേർത്ത ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കറിവേപ്പിലയും ഇതിന്റെ മേലെയായിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിന് മേലെയായിട്ട് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.